ഇതെന്താ പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് എന്ന് വിചാരിക്കണ്ടാവില്ലേ? ഞങ്ങൾ അച്ഛ വീട്ടിലോട്ട് പോവാണ്. ഈ ബാഗ് ഫുൾ എൻ്റെ സാധനം കേട്ടോ. ഈ സെഞ്ചിയിൽ അവളുടെയും, ഈ കൊട്ടയിൽ എൻ്റെ ടൊട്ടുവിൻ്റെ, പിന്നെ അവളുടെ ബുക്സ് ഉണ്ട്, പിന്നെ കുറേ സാധനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി. എനിക്ക് സി സെക്ഷൻ ആയതുകൊണ്ട് റെസ്റ്റ് കുറച്ച് കൂടുതൽ ഇരിക്കേണ്ടി വന്നു. 90 ചടങ്ങെല്ലാം കഴിച്ചതുകൊണ്ട് ഇതിനെ പിന്നെ ചടങ്ങൊന്നും നോക്കിയില്ല. പൊതുവെ പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. അതെനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഉള്ളിൽ അടക്കി പിടിച്ച് അമ്മനെ യാത്രയാക്കി. വന്ന ഉടനെ തന്നെ എൻ്റെ വാക്കുട്ടിക്ക് അവളുടെ ഫ്രണ്ടിനെ കിട്ടി, മാളക്കുട്ടി. ഞാൻ ഡെലിവറി കഴിഞ്ഞ് റെസ്റ്റ് ഇരിക്കുകയാണെന്ന് പറയാം. എന്നാൽ എൻ്റെ വാക്കുട്ടി അവളും ഇരുന്നു എനിക്ക് കൂട്ടായിട്ട്. വെറും റെസ്റ്റല്ല, 5 മാസമാണ് അവൾ സ്കൂളിൽ പോകാതെ എനിക്ക് കൂട്ടായിട്ടിരുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് അവൾക്ക് സ്കൂളിൽ പോക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് അവളും ബ്രേക്ക് എടുത്തു. അതുകൊണ്ടാവണം ഇവർക്ക് ഇത്രമാത്രം സംസാരിക്കാനുള്ളത്. എൻ്റെ ടൊട്ടുവിന് പിന്നെ വീട് ചേഞ്ച് ആയതിൻ്റെ ഒരു വല്ലായ്മയുണ്ട്. അതൊക്കെ മാറ്റാൻ ഞങ്ങളൊരു സെൽഫി എടുക്കാൻ നോക്കി. അതിലൊന്നും അവൻ വീണില്ല. വീട് ചേഞ്ച് ആയതുകൊണ്ട് അവൻ ഉറക്കാൻ കുറച്ച് പാടുപെട്ടു. അവൻ ഉറങ്ങിയതും ഞങ്ങൾ ഒരുക്കമാനങ്ങൾ തുടങ്ങി. കുറേ ഒരുക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ ടൊട്ട് യൂസ് ചെയ്ത ടർക്കി കേട്ടോ. എൻ്റെ വാക്കുട്ടി പിന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഡയപ്പർ വാങ്ങിയിട്ടുണ്ടെങ്കിലും അത് അധികം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പുറത്ത് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഒരു സേഫ്റ്റിക്കായി വാങ്ങി വെച്ചു എന്ന് മാത്രം. ഇത് ടൊട്ടുവിൻ്റെ കൊട്ടയാട്ടോ. ഇതിൽ കൂടുതലും അവൻ യൂസ് ചെയ്യാത്ത കേട്ടോ. 56 ചടങ്ങ് നടത്തിയത് കൊണ്ട് വരുന്നവരെല്ലാവരും അവൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഷർട്ടെല്ലാം അവൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ട്രൗസറൊന്നും അവൻ യൂസ് ചെയ്യുന്നില്ല. ഇട്ടപാടെ എല്ലാം മൂത്രമൊഴിച്ച് വിടുകയാണ് പതിവ്. അതുകൊണ്ട് ഞാൻ ട്രൗസർ ഇട്ട് കൊടുക്കാറില്ല, തുണിയാണ് പതിവ്. എനിക്ക് ഹെൽപ്പറായിട്ട് പിന്നെ എൻ്റെ വാക്കുട്ടി ഉള്ളതുകൊണ്ട് എൻ്റെ പാതി വാക്ക് അവൾ ഏറ്റെടുത്തു. കുഞ്ഞുടുപ്പുകൾ മടക്കി വയ്ക്കുന്ന ഒരു പ്രത്യേക ഫീലാട്ടോ. ഞങ്ങളുടെ ഏകദേശം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും എൻ്റെ ടൊട്ട് എണീറ്റു. അവ ഇനിയും ഓക്കെ ആയിട്ടില്ല. എൻ്റെ അന്നത്തെ കാര്യത്തിൽ തീരുമാനമായി. പാടാൻ അറിയില്ലെങ്കിലും പാട്ടൊക്കെ പാടി ഞാൻ എങ്ങനെയോ അവനെ ഉറക്കി. ഇത് മൊത്തം ട്രൗസേഴ്സാട്ടോ. ഇതൊന്നും അവൻ യൂസ് ചെയ്യുന്ന പോലുമില്ല. അങ്ങനെ ട്രൗസർ ഒരു വശത്ത് വെച്ച് അതിൻ്റെ ഷർട്ടും ഒരു വശത്ത് വെച്ച് ക്ലീനായി അടുക്കി പെറുക്കി വെച്ചു ഞാൻ. ഈ ഒരു വൃത്തി ഇന്നത്തെ ഈ ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. നാളെ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. കുഞ്ഞു മക്കളുള്ള വീട്ടിലൊക്കെ ഏകദേശം ഇതന്നെയായിരിക്കും അവസ്ഥ. അങ്ങനെ പെട്ടിയും കിടക്കിയൊക്കെ പൂട്ടിക്കെട്ടി വെച്ചു. ഇപ്പം കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അത് വേറെയാണ്.